കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ 6:36 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം അടക്കം എത്തി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് വാർഡാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതിലേക്ക് എത്താം. അർജുനിലേക്ക് വീണ്ടും പോകുകയാണ്. അർജുൻ, തുടരാം. തീർച്ചയായിട്ടും സ്തുതി. എന്തായാലും രാവിലെ തന്നെ എല്ലാവരും കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, പറയൂ, അദ്ദേഹം ഭാര്യയോടൊപ്പമാണ് എത്തിയിരിക്കുന്നത്. 7 മണിക്ക് ആണ് വോട്ടെടുപ്പ്. നേരത്തെ എത്തിയതാണ്. സുരേഷ് ഗോപി രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ എത്തി. ഇവിടെ ശാസ്തമംഗലത്തെ NSS HSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്ത് നമ്പർ 3 സുരേഷ് ഗോപി ഭാര്യയ്ക്കൊപ്പം എത്തിയത്. അദ്ദേഹം രാവിലെ തന്നെ ആദ്യം വോട്ട് ചെയ്തിട്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പാർലമെന്റ് സമ്മേളനവും മറ്റും നടക്കുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പോവേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് രാവിലെ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഇനിയും 10-20 മിനിറ്റോളം അദ്ദേഹത്തിന് നിൽക്കേണ്ടി വരും. അദ്ദേഹം മാധ്യമങ്ങളോട് സാറിന് ഇതിൽ 7 മണിക്ക് തന്നെയാണ് വരുന്നത്. ഇന്നൊന്നുകൂടി ഫസ്റ്റ് വോട്ടർ ആയിരിക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പാർലമെന്റ് ഓക്കെ, പൊതുവെ എന്തായാലും നേരത്തെ തന്നെ എത്താറുണ്ട് വോട്ടെടുപ്പ് ചെയ്യാൻ. ഇത്തവണ കുറച്ചുകൂടി നേരത്തെ എത്തി ആദ്യ വോട്ടറായി എത്താം എന്ന് കരുതി വന്നതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രാവശ്യം മാത്രം തൃശ്ശൂരിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ലേറ്റ് ആയിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷെ കന്നി വോട്ടർ അല്ലാന്ന് തോന്നുന്നല്ലേ ക്യൂവില് 2 പേരും മുമ്പിലുണ്ട്. ഏതാ ആദ്യ വോട്ടല്ല, ഞങ്ങളുടെ വീട്ടില് പ്രഥമ സ്ഥാനീയയാണ്, അമ്മായിയമ്മയാണ്. ലോക്കൽ ബോഡിയിലെ വോട്ട് ഇവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ടോ അല്ലേ? മറ്റേ തൃശ്ശൂരേക്ക് മാറ്റാതെ ഇവിടെ തന്നെ? അല്ല, അതങ്ങനെയാണല്ലോ. സംവിധാനം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ. എല്ലാം ഒന്നാവട്ടെ. അതിനുവേണ്ടിയും കൂടെ ഒക്കെ അല്ലേ ഇന്ന് ചർച്ച നടക്കുന്നത്. തിരുവനന്തപുരം BJP വലിയ പ്രതീക്ഷ കാണുന്ന പ്രതീക്ഷയല്ല, കിട്ടും. തൃശ്ശൂർ എടുത്തതുപോലെ എടുക്കണോ? വെയിറ്റ്. ബൂത്താണ്. ബൂത്തായതുകൊണ്ട് അധികം രാഷ്ട്രീയം പറയാനില്ല. ഇത്തവണ തൃശ്ശൂർ എടുത്തതുപോലെ തിരുവനന്തപുരം എടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ബൂത്തിലെ 1-ാം നമ്പർ വോട്ടറായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവാണുള്ളത്. അതിൻ്റെ തൊട്ട് പിന്നാലെ ഭാര്യ നിൽപ്പുണ്ട്. അതിൻ്റെ പിന്നിലാണ് സുരേഷ് ഗോപി ഉള്ളത്. ബൂത്തിലായതുകൊണ്ട് വോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം എന്നാണ് അദ്ദേഹം നേരത്തെ എത്താറുള്ളതാണ്. ആദ്യ വോട്ടറായി തന്നെ എത്താറുള്ളതാണ്. ശരി, ശാസ്തമംഗലത്താണ് ഇപ്പോൾ സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഡൽഹിക്ക് പോകേണ്ടതുള്ളതിനാൽ നേരത്തെ വോട്ട് ചെയ്ത് മടങ്ങാം എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ അർജുൻ കല്യാടിലേക്ക് പോവുകയാണ്. അർജുൻ, നേരത്തെ നമ്മൾ കുറച്ച് ചേട്ടന്മാരെ കുറിച്ച് അവിടെ പറയായിരുന്നു. അവർ നേരത്തെ വന്ന് റെഡിയായി നിൽക്കുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇപ്പുറത്തെ ശാസ്തമംഗലത്ത് സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി എത്തിയത്. അപ്പോൾ അവിടുത്തെ